എടി ബിന്ദു, എന്തോ അടി അത് മോളെ എടി, സാലറി കിട്ടിയാലും തീർന്നു. AC വാങ്ങിയതിന്റെ ഒരു EMI അടയ്ക്കാനുണ്ടായിരുന്നു. അടച്ചില്ലേ ചേട്ടാ? AC വാങ്ങണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ചൂട് കാരണമായി കാശില്ലാത്ത സമയത്ത് AC വാങ്ങിയത്. എന്തോ ഇപ്പൊ ചെയ്യുന്നത്? നിന്റെ കാശ് ഇവിടെ ഇരിപ്പുണ്ടോ? എന്റെ എവിടുന്നാ ചേട്ടാ? ചേട്ടൻ തരുന്നത് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾക്കൊന്നും തികയാറില്ലല്ലോ. അതും ശരിയാ, എന്തെല്ലാം ചെലവുകളാണുള്ളത്. പിന്നല്ലയോ, മക്കളുടെ സ്കൂൾ ഫീസ്, വീട്ടു സാധനങ്ങള്, ചിട്ടി, കല്യാണം, നൂലുകെട്ട്, അതിനിടയില EMI. എന്നാ പിന്നെ ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങട്ടെ, എവിടെന്നെങ്കിലും ഒന്ന് മറിക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്തായാലും ഈ വർഷത്തെ ചൂട് ചതിച്ചൊരു ചതി. അയ്യോ, ദേ അമ്മ വരുന്നു. അമ്മേ, എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല മോനെ, സുഖം. അമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തോട്ട് പോകണം. നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ പോയിട്ട് വരാം. വാ അമ്മേ, കേറി വാ. ബാമേ, അമ്മ ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇപ്പൊ ചായ ഒന്നും അനത്തണ്ട, മോളവിടെ കാണാൻ ചെന്നിരിക്കെ. എന്തു പറ്റിയമ്മേ? അമ്മയുടെ മുഖത്തൊരു വിഷമം. മോളെ, അച്ഛന് സുഖമില്ലടി, നല്ല ശ്വാസം മുട്ടലുണ്ട്. അയ്യോ, എന്നിട്ട് അച്ഛൻ എവിടെ? ഞാൻ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കണമെന്നാ പറഞ്ഞത്. എൻ്റെ കയ്യിലാണെങ്കിൽ പൈസ ഒന്നുമില്ല. മക്കളുടെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടോ? എൻ്റെ കയ്യിൽ എവിടുന്നാ അമ്മേ? ചേട്ടൻ ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചിട്ട് പോയതേ ഉള്ളൂ. സാരമില്ല മക്കളെ, അമ്മ എന്ന് ഇറങ്ങട്ടെ. ഇപ്പൊ പോകണ്ട, അമ്മ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. വേണ്ട മക്കളെ, ഞാൻ കഴിച്ചിട്ടാ വന്നത്. അച്ഛൻ്റെ അടുത്ത് വേറെ ആരുമില്ല, ഞാൻ പോട്ടെ. എന്നാ ശരി അമ്മേ, ചേട്ടൻ വരുമ്പോ ഞാനും ചേട്ടനോട് ഹോസ്പിറ്റലിലേക്ക് വരാം. ശരി മോളെ. അയ്യോ, അപ്പൊ പൈസയുടെ കാര്യം എങ്ങനെയാ അമ്മേ? അറിയില്ല, വേറെ എവിടെയെങ്കിലും കിട്ടുമോ നോക്കട്ടെ. അമ്മ ഒന്ന് നിക്ക്, ഞാനിപ്പോ വരാം. എന്താ മോളെ? ഇതാ അമ്മേ, ഇതുകൊണ്ട് പണയം വെക്ക്. അച്ഛൻ എനിക്ക് മുമ്പ് വാങ്ങിച്ചു തന്നതാ. മോളെ, ഇപ്പൊ സ്വർണത്തിന് നല്ല വിലയുള്ളതുകൊണ്ട് ആവശ്യത്തിന് പൈസ കിട്ടും. മോളെ, ഇത് മോൻ അറിഞ്ഞാൽ അവനോട് പറയണ്ടേ? സാരമില്ലമ്മേ, ചേട്ടനൊന്നും പറയത്തില്ല, ഞാൻ ചേട്ടനോട് പറഞ്ഞോളാം. എടി ബിന്ദു, എന്തോ അടി? അത് ചേട്ടാ, അച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞപ്പോ പണയം വെക്കാൻ അടുത്ത ആഴ്ച എങ്ങനെ തരും? എടി, ആര് തരും? എപ്പോ തരും? നീ എന്തോ വിചാരിച്ചേ? അത് ചേട്ടാ, അമ്മ എനിക്ക് എൻ്റെ പൊന്നു മോളെ, നീ ഇത്ര പാവമായി പോയല്ലോ. എടി, ഞാൻ നിന്നെ ഉറക്കെ വിളിച്ചതേ, മഴ വരുന്നുണ്ട്, മുറ്റത്ത് കിടക്കുന്ന മുളക് നനഞ്ഞു പോകും, അതൊന്ന് എടുത്തു വെക്കാൻ വേണ്ടി വിളിച്ചതാ. എത്ര ഞാൻ വിളിച്ചു, നീ എന്നിട്ട് കേട്ടോ? അതാ ഞാൻ ഇത്രയും ഉറക്കെ വിളിച്ചത്. അല്ലാതെ നിൻ്റെ അമ്മയ്ക്ക് സ്വർണം കൊടുത്തതിനൊന്നും അല്ല. എടി, നിൻ്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും കൂടെ അല്ലേ. അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് മറച്ചു വെക്കാതെ എന്നോട് പറയണം. ഈ പ്രായത്തിൽ ഈ അമ്മ ഈ നാട് മുഴുവനും പൈസയ്ക്ക് വേണ്ടിയിട്ട് അരഞ്ഞിരിഞ്ഞ് നടക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ ചേട്ടാ, ഞാനങ്ങ് പേടിച്ചു പോയി. അമ്മ പെട്ടെന്ന് നിന്ന് പണയം വയ്ക്ക്. ഇതിനി അത് തിരിച്ചെടുക്കാനും നിൽക്കണ്ട, ഞാൻ അടുത്ത മാസം എടുത്തോളാം. അടുത്ത മാസം എങ്ങനെ എടുക്കും? ഈ മാസം EMI പോലും അടച്ചിട്ടില്ല. എല്ലാം നടക്കും മോളെ, ഈശ്വരൻ ആരോഗ്യം തന്നാൽ മതി. എൻ്റെ ചേട്ടൻ നല്ല ചേട്ടൻ. വരവ് വെച്ചു. അമ്മ, അച്ഛന് സുഖമില്ലെന്ന് ഒരു വാക്ക് എന്നോട് എന്താ പറയാതിരുന്നത്? അത് മോനെ, മോൻ ധൃതി പിടിച്ചങ്ങ് പോയത് കൊണ്ട്. അല്ലേ അമ്മ നില്ല, ഞാൻ കൂടെ ഹോസ്പിറ്റലിലോട്ട് വരാം, നമുക്ക് ബൈക്കിനങ്ങ് പോകാം. എന്നാ വാ മോനെ, മക്കളും കൂടെ വന്നാൽ അമ്മയ്ക്കൊരു ആശ്വാസമാകുമല്ലോ. അമ്മേ, എന്നാ പോട്ടെ മോളെ. നമ്മുടെ ഭാര്യ നമ്മുടെ എല്ലാം എല്ലാമാണെന്ന് ചിന്തിച്ചാൽ അവരുടെ അച്ഛനമ്മമാരെ നമ്മുടെ സ്വന്തം അച്ഛനമ്മമാരായി കാണാൻ സാധിക്കും. മറ്റാരും സഹായത്തിനല്ലെങ്കിൽ അവർക്കൊരു സഹായിയായി നമ്മൾ ഉണ്ടാകണം. അതാണ് നമ്മുടെ ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അന്തസ്സും അഭിമാനവും. ആവശ്യങ്ങൾക്ക് ഉപകരിച്ചില്ലെങ്കിൽ പണം ഒരു മൂല്യമില്ലാത്ത വസ്തുവാണ്. അത് അറിഞ്ഞു ചിലവാക്കുക, എന്നാൽ ആവശ്യങ്ങൾക്ക് അത് ഉപകരിക്കാതെയും ഇരിക്കരുത്.